ഹലോ വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമുക്കപ്പോൾ ഇന്നൊരു അങ്കമാലി സ്റ്റൈലിൽ മാങ്ങാക്കറി ആയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സവാള സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിനകത്തോട്ട് 2 പച്ചമുളക് നടുവായിട്ട് കീറിയതാണ് കേട്ടോ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കൂടെ നമ്മൾ എടുക്കണേ. എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 5-6 ഇല മതിയാവുമായിരിക്കും, ഇനി 2 തണ്ട് ഇലയൊക്കെ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇടണം. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കണം കേട്ടോ. അതിൻ്റെ ആ ഒരു സവാളയുടെ ഉള്ളിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് പുറത്ത് വരുന്നോടം വരെ നന്നായിട്ട് ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് ഞെരടി കൊടുക്കണം. എന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും വിനെഗറും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മാങ്ങ ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് തേങ്ങയുടെ 2ാം പാല് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ മാങ്ങ എടുക്കുമ്പോൾ എപ്പോഴും അത്യാവശ്യം ഒരു പുളിയുള്ള മാങ്ങ നോക്കിയെടുക്കണം, എന്നാലേ കറിക്ക് ആ ഒരു പുളി നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം. മാങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും, അതുകൊണ്ട് അധികം നേരം നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ മാങ്ങ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിനകത്തോട്ട് 1ാം പാലും കൂടെ ഒഴിച്ചിട്ട് അതും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമുക്കവിടെ സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഒരു പാനിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ. നമ്മുടെ ഈ കറികൾക്കൊക്കെ വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. എന്നിട്ട് വെളിച്ചെണ്ണ എടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. അങ്ങനെ കടുക് പൊട്ടിച്ച് കഴിയുമ്പോൾ ഒരു 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ വറ്റൽമുളകും കൂടെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ ഇതിനകത്ത് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അധികം തീയിലിടരുത്, ഒരു മീഡിയം തീയിലിട്ടിട്ട് വേണം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാൻ. അപ്പോൾ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വലിയ തീയിലിടുവാണെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു മൂത്തൊരു മണം വരുമല്ലോ, നമുക്ക് ഒരുപാട് കരിയാണ്ടൊരു ബ്രൗൺ ഷെയ്ഡാവുമ്പോൾ അതാവുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ നമ്മുടെ കറിയിലോട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ടിട്ട് അത് ഇളക്കാണ്ട് ഒരു 5-10 മിനിറ്റ് അങ്ങനെ നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ ആ ഒരു മണമൊക്കെ അതിനകത്തോട്ട് മുഴുവനായിട്ടും ഇറങ്ങും ഈ കറിയിലോട്ട്. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ ഇത് തുറന്നിട്ട് വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. ഒരു തേങ്ങാപ്പാൽ എടുക്കുന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.